ഹായ് വ്യൂവേഴ്സ്, ഞാൻ ഡോക്ടർ സ്നേഹ. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ആറാമത്തെ മാസം വരെയുള്ള, അതായത് ഗർഭകാലത്തിൻ്റെ 6-ാം മാസം വരെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. ഇന്നത്തെ വീഡിയോയിൽ 7-ാം മാസത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞ വീഡിയോസിലുള്ളതുപോലെ തന്നെ കിടക്കുന്ന രീതി, ഡോക്ടർ പറയുന്ന അനുസരിച്ചിട്ട് കിടക്കുക. ഏത് സൈഡിലോട്ടാണ് കിടക്കേണ്ടത് എന്നുള്ളത് ഡോക്ടർ പറഞ്ഞു തരും. അതുപോലെ കിടക്കുക. എങ്ങനെ കിടക്കാൻ പാടില്ല എന്നുള്ളതും പറഞ്ഞു തരും. അതേപോലെ തന്നെ, കാരണം നിങ്ങളുടെ ബേബിയുടെ പൊസിഷൻ എന്താണെന്ന് നിങ്ങളുടെ ഡോക്ടറിനെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഡോക്ടർ പറയുന്ന രീതിയിൽ കിടക്കുക. ചാടി എഴുന്നേൽക്കരുത്, പെട്ടെന്ന് ഇരിക്കരുത്, അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളത് നമ്മളുടെ ഹൈജീനാണ്. അതായത് നമ്മളുടെ യോനി ഭാഗത്തൊക്കെ തങ്ങി നിൽക്കുന്ന നനവ് കൂടുതൽ വരാൻ പാടില്ല. അതൊക്കെ ഇൻഫെക്ഷൻസ്, യൂറിനറി ഇൻഫെക്ഷനും ഫംഗൽ ഇൻഫെക്ഷൻസൊക്കെ ഈ ടൈമിൽ വരാൻ ചാൻസ് കൂടുതലാണ്. ചെറിയ നനവ് പോലും അത് അണുബാധ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കോട്ടൺ അടിവസ്ത്രങ്ങൾ വേണം ഉപയോഗിക്കാൻ. അയണിൻ്റെ കുറവോ അല്ലെങ്കിൽ പ്രമേഹം എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് ടെസ്റ്റ് ചെയ്തതിൽ കൂടെ നമുക്ക് ഉറപ്പ് വരുത്തുക. അതൊന്നും ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തുക. അഥവാ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറിനെ കണ്ട് തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അത് ഡോക്ടർ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തരുന്നതാണ്. പിന്നെ ഉള്ളത്, ചിലപ്പോൾ ഈ ടൈമിലൊക്കെ, ഈ മാസം മുതലൊക്കെ നമ്മളെ സ്ഥലങ്ങളിൽ നിന്നിട്ട് ദ്രാവകം ദിവസേന വരാറുണ്ട്. അത് നമുക്ക് പ്രസവശേഷം കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിനും പാൽ ഉൾക്കൊള്ളുന്നതിനും ആവാൻ വേണ്ടിയിട്ടുള്ള ഡിസ്ചാർജാണ് അങ്ങനെ വരുന്നത്. പിന്നെ നീർക്കെട്ട് എന്നിവ ഒഴിവാക്കുന്നതിനും പിന്നീട് ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമുക്ക് ആ നിപ്പിളിനെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് പിഴിഞ്ഞ് കൊടുക്കുക. വേദന ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വേദന നീർക്കെട്ട് വരാതിരിക്കാൻ സഹായിക്കും. പിന്നീടുള്ളത്, നല്ല അയഞ്ഞിട്ടുള്ള ഡ്രസ്സുകൾ, ടൈറ്റായിട്ടുള്ള ഡ്രസ്സുകൾ പൊതുവെ ഒഴിവാക്കുക. ടൈറ്റായിട്ടുള്ള ഡ്രസ്സുകൾ കൂടുതൽ ഇറിറ്റേഷനൊക്കെ ഉണ്ടാകും. ഈ ടൈമിൽ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ നൈറ്റി പോലുള്ള ലൂസായിട്ട് കിടക്കുന്ന ഡ്രസ്സുകൾ ഉപയോഗിക്കുക. പിന്നെ ജീൻസ്, ലെഗിങ്സ് പോലുള്ള പാൻറ്റുകൾ ഒഴിവാക്കുക. വയർഭാഗത്ത് കൂടുതൽ മുറുകെ കിടക്കുന്നത് ഒഴിവാക്കുക. പിന്നെ ഉള്ളത്, പുറം വേദനയൊക്കെ ഈ ടൈമിലുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുകയോ അല്ലെങ്കിൽ മൃദുവായിട്ടൊക്കെ തടവുന്നത് നല്ലതാണ്. പക്ഷേ എന്ന് കരുതിയിട്ട് ഹാർഡായിട്ടൊന്നും തടവാൻ പാടില്ല. നടുവേദനയൊക്കെ വരുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. സഹിക്കാൻ പറ്റാതായിട്ടുള്ള വേദന ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറിനെ കാണുക. അപ്പോൾ ഇതൊക്കെയാണ് 7-ാം മാസത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ 8-ാം മാസത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ പറയാം. താങ്ക് യു.